നിന്റെ വിരള് ഞാനങ്ങോട്ട് എടുക്കുക. വേണ്ട ശിവ, വേണ്ട. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ചത്തു. കൊല്ലാനായി തന്നെയാടാ വന്നത്. ആരാടാ പന്തടിച്ചേ? ആളുകളുടെ മേത്ത് പന്തടിച്ച ആരാന്നാ ചോദിച്ചേ? സോമശേഖരൻ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ കയറുമ്പോ പായുംപുലി എന്ന് വിളിപ്പേരുള്ള ഫോർവേഡ് കളിക്കാരൻ. പിന്നെ പോലീസ് ടീമിന് വേണ്ടിയുള്ള നിരവധി കളികള്. കളിച്ച കളികളെല്ലാം വിജയങ്ങൾ. അങ്ങനെ റെക്കോർഡുകളെല്ലാം ചാക്കി കെട്ടി കയ്യിലിരിപ്പ് കൊണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫറിനൊടുവിൽ വന്നു വീണതോ ശ്രീപത്മനാഭന്റെ മണ്ണിൽ. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. വാഴ്ത്തപ്പെടാൻ യോഗ ഉള്ളവനെ വാനോളം അങ്ങ് വാഴ്ത്തും. അതേസമയം കുതുകാലുവെട്ടും കരിഞ്ചന്തപ്പണിയുമായി വരുന്നവനെ ഉടലോടെ ഈ മണ്ണിലങ്ങ് ചവിട്ടി താഴ്ത്തും. ഒരു തെറ്റും ചെയ്യാത്ത മഹാബലിയെ വരെ ചവിട്ടി താഴ്ത്തി. പിന്നല്ലേ തെറ്റുകളുടെ കൂമ്പാരമായ സോമശേഖരൻ. എന്താണ് നിന്റെ ഉദ്ദേശം? അന്ന് കിട്ടിയതുകൊണ്ടൊന്നും മതിയായില്ല എനിക്ക്. എന്താന്നറിയില്ല കുറ്റിക്കാടാ, ഈ തോമാച്ചായനെ ഇപ്പൊ എന്ത് കിട്ടിയാലും മതിയാവില്ലെന്നൊരു തോന്നല. മാത്രമല്ല, അന്ന് താൻ തന്നത് പലതും തിരിച്ചു തരാൻ വേണ്ടി എന്റെ ഉള്ളം കൈ അങ്ങ് തുടിക്കുക. എന്ത് കിട്ടിയാലും അതിന്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കണമെന്ന് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്തവർ ചൊല്ലുന്നത് ഈ നെല്ലിക്ക പോലാണല്ലോ, ആദ്യം ഒന്ന് കഴിക്കും പിന്നെ അങ്ങ് മധുരിക്കും. അപ്പൊ പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ വാക്കങ്ങ് ശിരസാ വഹിക്കാൻ വന്നതാ. മുടിയനായ പുത്രനല്ലല്ലോ, അനുസരണയുള്ള പുത്രനല്ലേ. അപ്പോ കുറ്റിക്കാടനൊന്ന് സഹകരിക്കുക. അപ്പൊ മോൻ കളി പഠിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ശരി, ഞാൻ പഠിപ്പിക്കാം. എവിടെ നിന്നാടാ അപ്പൊ തുടങ്ങണ്ടേ? കുറ്റിക്കാടൻ ഇപ്പോ യൂണിഫോമും ഇല്ല, തൊപ്പിയും ഇല്ല. അപ്പൊ പിന്നെ ഈ തോമാച്ചായൻ യൂണിഫോം ഇട്ട പോലീസുകാരനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം. ഇനി ഒരാളെയും താൻ ലോക്കപ്പിലിട്ട് പെരുമാറില്ല. അതിനുള്ള മരുന്ന് ഞാൻ ദാ ഇപ്പൊ ഇവിടെ വെച്ച് തരും. നിനക്ക് സ്പടിയം കളിക്കണം അല്ലടാ? നിനക്ക് സ്പടിയം കളിക്കണം അല്ലടാ? ഓടാ ഇവിടെ. ഇതാടാ സ്പടികം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ ആരാണ് തോമയെന്നും ആരാണ് കുറ്റിക്കാടനെന്നും. എഴുന്നേൽക്കടാ. ഒടിച്ച് കളയട്ടോടോ അങ്ങോട്ടോ. എന്റെ നഖത്തിനിടയിലേക്ക് നീ ഒരു മുട്ടുസൂചി കയറ്റി, അത് ഈ കൈ കൊണ്ട്. പോലീസുകാരെത്ര മാറിയാലും നിന്റെയൊക്കെ ചിന്താഗതി ഇപ്പോഴും പഴയ കുട്ടമ്പുള്ള പോലീസിന്റെ 3ാം മുറയാണല്ലോ എന്നോർക്കുമ്പോ സഹതാപോ തോന്നേ. ഞാൻ അനുഭവിച്ചതിന്റെ ഒരു അംശം നീയും കൂടെ അനുഭവിക്കണം. നിന്റെ ഈ വിരള് ഞാനങ്ങോട്ട് എടുക്കുക.
വേണ്ട ശിവ, വേണ്ട. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ചത്തു. കൊല്ലാനായി തന്നെയാടാ വന്നത്. ഒന്നതാ ആ ചതുപ്പിലോട്ട് ഇട്ടാ നിന്റെ എല്ലും കഷ്ണം പോലും ദ്രവിച്ചും മണ്ണിനോട് ചേരും. പോലീസ് റെക്കോർഡിൽ കാണാനില്ലെന്നൊരു വരിയും കൂടി എഴുതി ചേർത്ത ബോഡി കിട്ടാത്തോണ്ട് കേരള പോലീസിന്റെ പേരിൽ ഒരു റീത്ത് പോലും കിട്ടാതെ ഇഹലോകവാസം വെടിയേണ്ടി വരും. നീ എന്ത് വേണം? കൊല്ലണോ അതോ ജീവിക്കണോ? ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അങ്ങനാണെങ്കിൽ ഇപ്പൊ നിനക്ക് എന്താടാ പറ്റിയേ? ബൈക്കൊന്ന് സ്കിഡായതാ. എങ്ങനെ? ബൈക്കൊന്ന് സ്കിഡായതാ. ആ ശരി, ഇനി ഞാൻ തല്ലിയതാണെന്ന് നീ പറഞ്ഞെന്ന് വെക്ക്. എനിക്കൊരു പെറ്റി കേസ്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയതിന്റെ ഒരു മാനക്കേട് അത് 7 കുളത്തിൽ കുളിച്ചാലും പോത്തില്ലടാ. അപ്പൊ പറഞ്ഞ പോലെ നീ റോങ് ആയിട്ടൊരു ഫോർവേഡ് കളിച്ചു. ഞാനത് ഭംഗിയായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇനി നീ എന്റെ ഗ്രൗണ്ടിൽ കേറിയ നീ പിന്നെ ആ ചതുപ്പിനകത്താ. സ്വച്ഛമായ വിശ്രമം. മനസ്സിലായോടാ? മനസ്സിലായി. ചിലര് പറയും എങ്ങനെയെങ്കിലും ഒരു കൂര ഉണ്ടാക്കിയിട്ട് ഒന്ന് കയറി കിടന്നാ മതിയെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമാ. ഒരു വീട് വെക്കണം, അതിന് വാസ്തുശാസ്ത്രം വേണം, പിന്നെ ആ വീടിനെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിലുപരി ആ വീടിന് നമ്മളെ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ആ വീട്ടിൽ കിടന്നാൽ ശാന്തിയോടും സമാധാനത്തോടും ഉറങ്ങാൻ പറ്റൂ. അതിന് ആദ്യം വേണ്ടത് ആ ഭൂമി നന്നാക്കുക എന്നതാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നതും അത് തന്നെയാ. ആദ്യം കുറ്റിയടിക്കൽ കർമ്മം, 2 കല്ലിരിക്കാൻ പാകത്തിന് ഒരു കുഴി, അത് മതി. വന്ന് ചടങ്ങുകളെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സമയത്തിനും അനുസരിച്ചായല്ലോ.